കാനഡയിലെ ഖാലിസ്ഥാൻ ഭീകരർക്ക് വൻ തിരിച്ചടി. ക്ഷേത്രത്തിന്റെ 100 മീറ്ററിനുള്ളിൽ അനുമതിയില്ലാതെ പ്രവേശിക്കുന്നതിൽ നിന്ന് ഖാലിസ്ഥാൻ അനുകൂലികളെ വിലക്കി കോടതി. അനധികൃതമായി പ്രവേശിക്കുന്നവരെ തടയാനും പോലീസിന് നിർദ്ദേശം നൽകി. കാനഡയിലെ ക്ഷേത്രങ്ങളുടെ 100 മീറ്ററിനുള്ളിൽ ഖാലിസ്ഥാൻ അനുകൂലികൾ അനുമതിയില്ലാതെ പ്രവേശിക്കരുതെന്നാണ് കോടതിയുടെ ഉത്തരവ്. ഒൻറ്റാറിയോ കോടതിയുടേതാണ് ഉത്തരവ്. അനധികൃതമായി പ്രവേശിക്കുന്നവരെ തടയണമെന്ന് കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന്റെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. ക്ഷേത്രത്തിന് നേരെ ആക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. വയോധികരും മറ്റു പൗരന്മാരും ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്ന കോൺസുലർ ക്യാമ്പ് സന്ദർശിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ജീവനും സ്വത്തിനും നഷ്ടം സംഭവിക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അനാവശ്യ ഘടകങ്ങളെ പരിസരത്തു നിന്നും അകറ്റി നിർത്താൻ നിരോധനാജ്ഞ ഏർപ്പെടുത്തണമെന്ന് ക്ഷേത്ര ഭരണസമിതി കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. സുരക്ഷയുടെ അഭാവം ഗുരുതരമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്ഷേത്രത്തിന്റെ ഈ ആവശ്യം കോടതി അംഗീകരിച്ചത്. ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന കോൺസുലർ ക്യാമ്പുകൾ ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ച് ലഭിക്കുന്ന പ്രധാന സേവനമാണ്. പാസ്പോർട്ട്, വിസ, മറ്റ് ഡോക്യുമെന്റേഷനുകളുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ ക്യാമ്പിൽ ലഭിക്കും. എന്നാൽ ഖാലിസ്ഥാൻ അനുകൂലികളുടെ എതിർപ്പിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ ഈ ക്യാമ്പുകൾ ആവർത്തിച്ച് റദ്ദാക്കേണ്ടി വന്നിരുന്നു. ബ്രാംപ്ടണിലെ ഹിന്ദുസഭാ ക്ഷേത്രത്തിൽ നേരത്തെ ഖാലിസ്ഥാൻ ഭീകരർ ആക്രമണം നടത്തിയിരുന്നു. ക്ഷേത്രാങ്കണത്തിലേക്ക് അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ക്രൂരമായി മർദ്ദിച്ചു. ഖാലിസ്ഥാൻ പതാകയേന്തിയ സംഘം വടികളുമായി ആക്രമിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിനു ശേഷം വഷളായ ഇന്ത്യ കാനഡ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഖാലിസ്ഥാൻ ഭീകരരുടെ ആക്രമണം.